ഈ സ്വർണം സ്വർണം കുഴിച്ചെടുക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിരുന്നു. അത് കണ്ടായിരുന്നു നിങ്ങൾ എന്നെ അവിടെ ചെന്ന് പറ്റിയേനെ. ഹല്ലേലൂയ. വലിയ ഖനി സ്വർണ്ണഖനി ഇന്ത്യയിലുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഇതെവിടുന്നാ? വലിയ ആഴത്തിൽ എന്ത് ചെയ്യണം? കുനിക്കണം. കുഴിച്ചിട്ട് നിങ്ങൾ ഇനി ചിന്തിച്ച് നോക്കണം. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഒരു ലോഡ് ഇത് മണ്ണിൽ തന്നെ എന്ത് ചെയ്യണം? മണ്ണിൽ തന്നെ കുരിച്ചെടുത്തിട്ട് അതിനെ വിവിധ പ്രോസസ്സിങ്ങിൽ കൂടെ, നമ്മുടെ സാധാരണ മണ്ണല്ല, ഇതിൻ്റെ അംശമുള്ളത് കണ്ടെത്തി ആ മണ്ണ് പല പ്രോസസ്സിങ്ങിൽ കൂടെ എന്ത് ചെയ്യണം? കടത്തി വിടുമ്പോഴാണ് ഇതെന്തായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഒരു ലോഡ് ഇങ്ങനെ ഖനി തുരന്നെടുത്ത മണ്ണ് ഒറ്റ ലോഡ് കൊണ്ടുപോവുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ഇതൊരു അരലോഡ് സ്വർണമായിട്ട് മാറുമോ? മാറും. പിന്നെ ഒരു കാലോട് വരുമോ? ഇല്ല. പിന്നെ വല്ല ഒരു ലോഡിനകത്തുനിന്ന് നിങ്ങൾ എന്ത് ചോദിക്കും? ഇങ്ങനെയാ ഇത്. ഇനിയും അത് മനസ്സിലായിട്ട് ഒന്നുകൂടെ പറയാം. ഇവിടെ സ്വന്തം ഇന്നത്തെ ക്രൂഡ് ഓയിലിൻ്റെ വില അറിയാമോ? ഇന്നത്തെ നമ്മളിതൊക്കെ ഇവിടെ നോക്കുന്നത്, നമ്മളെന്തിനും ഇതൊക്കെ അറിയുന്നത്. ഹല്ലേലൂയ. ഒരു ഗാലന് വലിയ ബീപ്പാ. സ്വത്രം ഇന്നത്തെ വില $67.67. സ്വത്രം എത്രയുമാ? ഇത്രയും വലിപ്പമുള്ള ക്രൂഡ് ഓയിൽ കൊടുത്താൽ എത്ര രൂപ കിട്ടും? $67 കിട്ടും. ഇത്രയേ ഉള്ളൂ. ചുമ്മാ അടിച്ചു നോക്കിയാൽ മതി. ചുമ്മാ ഇതെല്ലാം ഇതിനകത്ത് കിടപ്പുണ്ട്. ഇത് സ്വത്രം ഇത് ഈ ചെളിയും മണ്ണും എല്ലാം കൂടെ വാരിക്കോടി നിറച്ചിരിക്കുക. ഇത് കൊണ്ടുപോയി അത് പല പ്രോസസ്സിങ്ങിൽ കൂടെ കടത്തി വിടുമ്പോൾ ചിലപ്പം ഈ ക്രൂഡ് ഓയിലിൽ നിന്ന് കിട്ടുന്നത് 1 ലിറ്റർ കിട്ടിയെങ്കിലായി, കിട്ടിയില്ലെങ്കിലായി. മനസ്സിലായി? അപ്പോൾ നിങ്ങൾ ഇനി നോക്കി, ഒരു ലോഡ് മണ്ണ് സ്വർണ്ണ ഖനിയിൽ നിന്ന് മണ്ണ് കയറ്റി കൊണ്ടുപോയി ഇതിനെ പല പ്രോസസ്സിംഗ് കൊണ്ട് കടത്തി വിട്ടപ്പോൾ സ്വത്രം അരലോഡ് സ്വർണമില്ല, കാലോടില്ല, സ്വത്രം ഒരു അല്പം മാത്രം. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന സാധനമാണ്. ഈ ഫൈൻ ഗോൾഡ് ആയിട്ട് വരണമെങ്കിൽ ഇത്രയും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ മ്ലേച്ഛതയിൽ കിടക്കുന്ന നമ്മളെ ഒരു ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിയിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത് വലിയൊരു പ്രോസസ്സിങ്ങാണ്. അതുകൊണ്ടാണ് എല്ലാവരെയും ദൈവം തിരഞ്ഞെടുക്കാത്തത്. എല്ലാവർക്കും ഇത് പറ്റത്തില്ല. ഇത് ഘട്ടം ഘട്ടമായി ഇതിനെ ദൈവത്തിന് ഒരുവനെ നോക്കുമ്പോൾ തന്നെ അറിയാം ഇവൻ ജയിക്കുന്നവനാണോ അല്ലയോ ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് ഏശാവിനെ മാറ്റി നിർത്തി യാക്കോബിനെ ഒരമ്മയുടെ ഉരരത്തെ കിടന്നവനെ ഇന്നു രാത്രി ആ കരം നെഞ്ചത്തോട്ട് ചേർത്ത് വെച്ചിട്ട് എന്നെ കണ്ടത് കൊണ്ട്, എന്റെ ദൈവത്തെ വിശുദ്ധിയിൽ ആരാധിക്കാൻ എന്നെ തെരഞ്ഞെടുത്തത് കൊണ്ട്, എന്നെ കണ്ടത് കൊണ്ട് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയോ. ഇതിനെല്ലാം നന്ദി പറയണം. ഇതിനൊക്കെയാണ് നന്ദി പറയേണ്ടി. നമ്മൾ പറയുന്നത് എനിക്ക് സ്തോത്രം നല്ല ഭക്ഷണമായി, അവിടെ പോയി ഹോട്ടലിൽ നല്ല ഭക്ഷണം കിട്ടി, അതിന് നന്ദി പറയണം. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷെ അതിനേക്കാൾ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിനാണ് എന്ത് ചെയ്യേണ്ടിയേ? നന്ദി പറയേണ്ടി. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിനാണ്. അപ്പം ദൈവം നമ്മെ തിരഞ്ഞെടുക്കുന്നതിന് സ്തോത്രം പ്രത്യേകമായി എന്ത് ചെയ്യണം? നന്ദി പറയണം. സ്തോത്രം. നാം അതിന് സുബോധമുള്ളവരായിത്തീരണം. നിങ്ങളത് ചിന്തിച്ചു നോക്കിയേ. അപ്പോൾ എത്ര ലോഡ് ഖനനം ചെയ്തെടുക്കുമ്പോൾ എടുത്തിട്ടാണ്. അതുകൊണ്ടല്ലേ ഇന്ന് ഇത്ര വലിയ വിലയുള്ളത്. ഇത്രയും വിലയുള്ളത് അതുകൊണ്ടല്ലേ. അപ്പൊ നമ്മളെ അത്ര വിലയുള്ളതായി ദൈവം കാണാനുള്ള കാര്യം എന്താ? അതിനാ നമ്മളെ ശുദ്ധീകരിക്കുന്നത്. ഏതെല്ലാം പ്രകാരത്തെ നമ്മളെ ശുദ്ധീകരിക്കുക. ഇന്നു രാത്രിയിൽ കർത്താവേ, നീ എന്നെ ശുദ്ധീകരിക്കുന്ന വരിയിൽ ഞാൻ മത്സരിക്കാതെ നിന്നോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു കൃപ എനിക്ക് തരണമേ. ദൈവത്തോട് പറയണം. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ഈ കടലിൻ്റെ അകത്തൊക്കെ റിഗ്ഗുള്ളത്, അവിടുന്ന് തുരന്ന് 100 കണക്കിന് സ്തോത്രം ഇവിടുന്ന് കൊണ്ടുപോയി പിന്നെ അതിനെ ശുദ്ധീകരിച്ച് വന്നാണ് ഇതിനെ ഹല്ലേലൂയ സ്തോത്രം പെട്രോളായും ഡീസലായും മണ്ണെണ്ണയായും ഗ്യാസായിട്ടുമൊക്കെ ഒത്തിരി പ്രോസസ്സിങ്ങിൽ കൂടെ നടക്കുക. അപ്പം നമ്മളെ ദൈവത്തിൻ്റെ കയ്യിൽ നമ്മൾ ഇരിക്കുക, നമ്മളെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പറയുന്നത് ഇതൊന്നും എനിക്കറിയത്തില്ല,
സ്തോത്രം. നമ്മൾ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ എല്ലാം ആയി എന്നൊരു ചിന്ത. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ചിന്തിച്ച് ഈ പ്രോസസ്സിങ്ങിൽ കൂടെ എല്ലാം നമ്മളെ നടത്തുന്ന ഒരുവിധമുള്ള പ്രോസസ്സിങ്ങിൽ കൂടെ എല്ലാം ഈ ലോക മനുഷ്യരെ എല്ലാം എല്ലാ മതത്തിലുള്ളവരെയും നടത്തുന്നുണ്ട്. അവർക്കുമുണ്ട് കഷ്ടത, അവർക്കുമുണ്ട്. പക്ഷെങ്കിൽ നമുക്കും അവർക്കും തമ്മിലുള്ള വ്യത്യാസം എന്താ? അവരെത്ര കല്ലും മുള്ളും കാലിക്കുമെത്താം. അങ്ങനല്ലേ? എവിടെ പോവാ? കെട്ടി കല്ലും മുള്ളും കാലിക്കുമെന്ന് പറഞ്ഞ് പാട്ടിക്ക് പാടി എത്ര ശുദ്ധീകരിക്കപ്പെട്ടാലും അതിൻ്റെ അവസാനം ഒന്നുമില്ല. നീ കർത്താവിൻ്റെ നാമത്തിൽ കഷ്ടം സഹിച്ചാൽ നീ ഗുരുവിനെ പോലെ ആയിത്തീരും. അതാണ് നിന്റെ പ്രത്യേകത. അതാണ് യേശുക്രിസ്തുവിൻ്റെ മാർഗത്തിൻ്റെ പ്രത്യേകത. നീ കർത്താവിന് വേണ്ടി ഈ കഷ്ടതയിൽ കൂടെ, ഈ ബാലശിക്ഷയിൽ കൂടെ നിന്നെ കടത്തിവിടുമ്പോൾ നീ ചെന്നെത്തുന്നത് എന്താവും? ഗുരുവിനെ പോലെ ആകും. അവൻ വെളിപ്പെടുമ്പോൾ നീ അവനോട് സദൃശന്മാരാകും. അതാണ് എൻ്റെ അന്ത്യം. ഈ ലക്ഷ്യത്തിൽ വല്ലതുമാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത്? അതോ ഇപ്പോഴും എൻ്റെ ആ കടഭാരം മാറിയില്ലല്ലോ, എൻ്റെ ആ വിഷയം നടന്നില്ലല്ലോ, അതവിടെ കിടന്നോട്ടെ, അത് ദൈവം ഒന്ന് സാധിപ്പിക്കും. നീ ഇങ്ങനെ നോക്കി അതിലിരിക്കണ്ട. നീ ദൈവത്തെ സേവിച്ച് മുൻപോട്ട് പോകും. ദൈവം കാര്യങ്ങൾ ക്രമീകരിച്ചോളും. സ്തോത്രം. ഹല്ലേലൂയ. ഇനിയും രക്ഷപ്പെടാനുള്ള ചില കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഹല്ലേലൂയ. സ്തോത്രം. ആത്മീയത്തിൽ സ്തോത്രം ജയിച്ചവരുടെ ഒന്ന് രണ്ട് പേര് പറഞ്ഞേ, പെട്ടെന്ന് ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞ് നിർത്തും. ജയിച്ചവരുടെ ഒന്ന് രണ്ട്, നിങ്ങൾക്കറിയാവുന്ന ജയിച്ചവരുടെ ഒന്ന് രണ്ട് പേരാണ്. യോബ്, ജോസഫ്, പൗലോസ്, ദാനിയേൽ. ഇനി അത്രയും നിർത്തട്ടെ. ജയിക്കാനുള്ള മാർഗം ഈ പറയുന്നു. ഞാൻ ഒരേ രീതി പറയാം, പക്ഷെ വ്യത്യസ്ത രീതിയിലൊക്കെ പറഞ്ഞെങ്കിലല്ലേ ഒന്ന് ശ്രദ്ധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ്. ഇനി തോറ്റവരുടെ ഒന്ന് രണ്ട് പേരുടെ പേര് പറഞ്ഞു. ഒത്തിരി പേരുടെ പേര് പറഞ്ഞില്ലേ? ശലോമോൻ, യൂദ, ശിംശോൻ. അത് കറക്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലേ? വിശുദ്ധന്മാരുടെ പട്ടികയിൽ ആരും ഉണ്ട്? സ്തോത്രം. ഓക്കെ, സ്തോത്രം. അപ്പം ശലോമോൻ, യൂദ, ശൗൽ രാജാവ്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കാനോടാ ഇതൊക്കെ പറയുന്നത്. ഇനിയും നമ്മൾ എന്ത് ചെയ്യണം? ജയിച്ചവരെ നോക്കി ഓടണം. അപ്പം ജയിച്ചവരെ നോക്കി ഓടുമ്പോൾ എന്തോ ശ്രദ്ധിക്കണം? ജയിച്ചവരെ നോക്കി ഓടണം. സത്യമാണ്. ജയിച്ചവരെ നോക്കി ഓടുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തായിരിക്കണം? ജയിക്കാൻ അവർ ഏത് വിഷയത്തിലാണ് ജയിച്ചതെന്ന് നമ്മൾ നോക്കണം. അവർക്ക് ജയിക്കാൻ കിട്ടിയ കൃപ എവിടുന്ന? ഇത് എന്തിലാണ് അവർ ജയിച്ചതെന്ന് ഓർക്കണം. അപ്പോൾ തന്നെ തോറ്റവനെ വിടരുത്. ഇവൻ ഏത് വിഷയത്തിലാണ് തോറ്റതെന്നറിയണം. ആ വിഷയത്തിൽ നമ്മൾ തോക്കരുത്. അതിനല്ലേ ചില വളവിനൊക്കെ അപകട ഏറിയ എന്നൊക്കെ എഴുതി വച്ചിരിക്കുന്നത്. അപകട സാധ്യതയുള്ള സ്ഥലമാണെന്ന് വല്ലൊക്കെ മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. അപ്പം തോറ്റവനെ വിടണ്ട. ഇവൻ ഏത് വിധത്തിലാണ്, ഏത് വിഷയത്തിലാണ് തോറ്റതെന്ന് ഓർക്കണം. ആ തോൽവി നമ്മുടെ ജീവിതത്തിൽ വരരുത്. ജയിച്ചവനെ നോക്കി ആ ജയം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ഓക്കെ. ഇനി തോറ്റവൻ്റെ പേരെന്ന് പറഞ്ഞേ, ഇപ്പം പറഞ്ഞ് ഏതെങ്കിലും ഒരു പേരങ്ങ് പറയും. ശലോമോൻ. ശലോമോൻ ഏത് വിധത്തിലാണ് തോറ്റെ? നല്ല ഒരു ആലയം പണിതില്ലേ? ആലയം പണിത് ഇസ്രായേലിലെ ഈ കോടിക്കണക്കിന്, ഈ ലക്ഷക്കണക്കിന് ജനം നോക്കി നിൽക്കെ അവൻ ആ പീഠത്തിലോട്ട് കയറി കൈ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ദൈവ തേജസ്സിനെ തിറങ്ങി വന്നില്ലേ? അവൻ കരിച്ച യാഗപീഠത്തിൽ തീറങ്ങിയില്ലേ? അവൻ ഇവിടെ അവൻ പരാജയപ്പെട്ടെ. അവൻ എഴുതിയ സ്തോത്രം സങ്കീർത്തനം, അവൻ എഴുതിയ ശലോമോൻ സദൃശമാക്കിയ ഉത്തമഗീതം, സഭാപ്രസംഗി എല്ലാം നാം കൊണ്ടു നടക്കുന്ന ദൈവന്നത്തിലില്ലേ? പിന്നെ അവൻ എവിടെ പരാജയപ്പെട്ടു? അപ്പം അവനോട് പറഞ്ഞിരുന്നു, അവൻ കാണിച്ച അനുസരണക്കേട്. അവനോട് പറഞ്ഞിരുന്നു, നീ അന്യ ജാതിയിലേക്ക് സ്വത്ര ജാതി നിന്ന് ഭാര്യമാരെ എടുക്കരുത്. 200 ഭാര്യമാരും 300 വെപ്പാട്ടികളും ഭാര്യമാരെ എടുത്തതിന് ഒന്നും ദൈവം പറഞ്ഞില്ല. അങ്ങനെ ലോകത്തിലൊരു മനുഷ്യനുണ്ടോ? ആർക്കറിയാം? വേറെ
അപ്പോൾ അവൻ പരാജയപ്പെട്ട് അവനോട് പറഞ്ഞിരുന്നു, സംഭവിക്കാൻ പോന്നേ, നീ കുറച്ച് പ്രായമാകുമ്പോൾ ഈ അമ്മാമ്മമാരെല്ലാം നിന്നെ എന്ത് ചെയ്യും? അച്ചായ വന്ന് ഈ റിബൺ ഒന്ന് കട്ട് ചെയ്താൽ മതി, അച്ചായൻ എന്ത് ചെയ്യണ്ട, അകത്ത് കയറണ്ട, അങ്ങ് പൊക്കോളാം, മുറിച്ചിട്ട് തന്നാൽ മതി, ഞങ്ങൾ എന്ത് ചെയ്താൽ മതി. അങ്ങനെ വിദ്യ പ്രാവശ്യം പറഞ്ഞു. അച്ചായ ഇവിടെ ഇച്ചിരി നേരം ഇരുന്നിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ അകത്തു വന്നു. പിന്നെന്ത് ചെയ്തു? അച്ചായന് കൊടുത്ത ഭക്ഷണമൊക്കെ കഴിച്ചേ അച്ചായനൊടുവിൽ എന്ത് ചെയ്തു? പോയി. അതിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ എഴുതിയിട്ടുണ്ട്. എക്രോനിലെയും സ്തോത്രം എത്ര ദേവന്മാരെ അവൻ എന്ത് ചെയ്തു. അപ്പം അവൻ പരാജയം. അപ്പം അന്യജാതിക്കാർ നമ്മളെ ഉപായത്താലാണ്, നമ്മളുടെ ബുദ്ധിയൊക്കെ കുറയുമ്പോൾ നമ്മളെ വശീകരിക്കാൻ സാധ്യതയുള്ളതൊക്കെ ഇപ്പോഴെ അറുത്തു മുറിച്ച് വേണം പോകാൻ. ദൈവത്തോട് പറയണം, ഞാൻ ബലഹീനനായി പോകുമെങ്കിൽ അതിനു മുൻപേ എന്നെ വേർതിരിക്കണം. അങ്ങനെ ശലോമോൻ ഒന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, കർത്താവേ, നിങ്ങൾ തിരിച്ചൊന്ന് ചിന്തിച്ച്, കർത്താവേ, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ, ഇവൻ പോയി വീട്ടിൽ പ്രാർത്ഥിക്കുക, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ നീ അതിനകത്ത് ഇറങ്ങി വന്നല്ലോ, ഞാൻ പഠിച്ച ആലയത്തെ നിനക്ക് പ്രസാദം വന്നല്ലോ, നീ അത് കൈക്കൊണ്ടല്ലോ, ഞാൻ സന്തോഷിക്കുന്നു കർത്താവേ എന്നൊക്കെ പറഞ്ഞിട്ട്, ഹല്ലേലൂയ കർത്താവേ, ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഞാൻ എവിടെയെങ്കിലും തെറ്റിപ്പോകുമെങ്കിൽ ആ തെറ്റിപ്പോകുന്നതിന് മുൻപായി, ഞാൻ കൈവിടപ്പെട്ടു പോകുന്നതിന് അങ്ങനെ ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ വരുമോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ എൻ്റെ ജീവിതത്തിൽ വരാതെ അതിനു മുൻപേ എന്നെ ഭൂമിയിൽ നിന്ന് നീക്കണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിലോ. ഒന്ന് ചിന്തിച്ചു നോക്കി. ഇനി അടുത്ത ഒരാളിനെ പറഞ്ഞേ, ശൗൽ രാജാവ്. ശൗൽ രാജാവ് എന്താ? സ്തോത്രം. അവൻ ഉടയ്ക്ക് അവൻ അഭിഷേകം പ്രാപിക്കാഞ്ഞിട്ടാണോ? അവനെ മാനിക്കാഞ്ഞിട്ടാണോ? അവൻ അമാലേക്കിനെ ജയിക്കാഞ്ഞിട്ടാണോ? അവൻ എന്നാ ആളിൽ കുറഞ്ഞവനാണോ? മത്സരം ആഭിചാരം പോലെയും, സ്തോത്രം, മിഥ്യാപൂജ, വിഗ്രഹാരാധന പോലെ അവൻ അനുസരിക്കുന്ന യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകൾ. ഇത് രണ്ടും അവൻ്റെ ജീവിതത്തിൽ ഇല്ലാതെ പോയി. അതവനെ എന്ത് ചെയ്തു? പരാജയപ്പെടുത്തി. എന്നിട്ട് അവൻ്റെ ഉള്ളിൽ അതുകൊണ്ട് അസൂയ കയറി. ആരോട്? അഭിഷക്തനോട്. അവൻ ഈ ദാവീദിന് നേരെ കുന്തവുമായി ഓടി. അതവൻ്റെ പരാജയമായി. അവൻ ചിന്തിച്ചു പോയി, എന്നിൽ നിന്ന് രാജ്യത്ത് പോകുമോ, എൻ്റെ മക്കൾ നിന്നും. അതാണ് യോനാഥാനോട് പറയുന്നത്. അങ്ങനെ ചിലർ നശിക്കുന്ന സ്വന്തം കാര്യത്തിലല്ല. ഏലി പുരോഹിതൻ നന്നായി ജീവിച്ചു. ആരുടെ കാര്യത്താൽ നശിച്ചു പോയി? മക്കളുടെ കാര്യത്തിൽ. ചിലർ നന്നായി ജീവിക്കും, മക്കളെ ഓർത്തും ചെയ്യും. ഇന്ന് അങ്ങനെ വല്ല ബന്ധനമുണ്ടെങ്കിൽ അരിയണം. മക്കൾ പ്രായപൂർത്തിയായെങ്കിൽ അവർ രക്ഷിക്കപ്പെടുക, അവർ ദൈവകൃപയിൽ നിൽക്കുക, നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുക മാത്രം. അവർക്ക് വേണ്ടി നമ്മുടെ നിത്യത നഷ്ടപ്പെടരുത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. അതാരായാലും. സ്തോത്രം. അങ്ങനെ സ്തോത്രം. അതിനകത്ത് എഴുതി, അവൻ പ്രത്യേകിച്ച് എഴുതി അതിനകത്ത്, അവൻ വെളിച്ചപ്പാടത്തിമാരെ കൊന്ന് അവൻ വീണ്ടും വെളിച്ചപ്പാടത്തിയെ അന്വേഷിച്ച് അവരോട് പോയി ആലോചന ചോദിച്ചു. അത് ദൈവത്തിന് നിഷ്ഠമായി. നോക്കി, ദൈവത്തെ അത് വേദനിപ്പിച്ചു. ഉപേക്ഷിച്ചത് എന്ത് ചെയ്തെന്ന്? എല്ലാ വെളിച്ചപ്പാടത്തിമാരെ ലോകത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞപ്പോൾ അവൻ്റെ ഒരു ആവശ്യത്തിന് ദൈവം അവനോട് സംസാരിച്ചില്ലെന്ന് പറഞ്ഞ് ആരെ അന്വേഷിച്ചു പോയി? വെളിച്ചപ്പാടത്തെ അന്വേഷിച്ചു പോയി. ഹൃദയത്തിൽ കുറിക്കണേ. സ്തോത്രം. ഇനി അടുത്ത ഒരാളുടെ പേരോട് പറഞ്ഞേ, യൂദ. എന്താ കാര്യം? ദ്രവ്യാഗ്രഹം അവനെ എന്ത് ചെയ്തു? തകർത്ത് കളഞ്ഞു. ദ്രവ്യാഗ്രഹം. ഇനി ജയിച്ചവരിൽ ആരെങ്കിലും ഒരാളെ നമുക്ക് എടുത്തിട്ട് പ്രാർത്ഥിച്ച് നിർത്താം. നമുക്ക് സ്തോത്രം, ഒറ്റ വാക്ക് സ്തോത്രം, ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇതെല്ലാം ഒരേ രീതിയിലാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ഞാൻ വ്യത്യസ്ത രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നത്. ദാവീദ് എന്ന് പറയുന്നൊരു വ്യക്തി, ഒക്കെ ആരെ വേണമെങ്കിലും എടുക്കാം. ഈ ദാവീദ് ജയിക്കാനുള്ള കാര്യം എന്താ? പാപം ചെയ്യാഞ്ഞിട്ടാണോ? അല്ല. എന്ത് ചെയ്തു? ആര് ചെയ്തതിനേക്കാൾ സ്തോത്രം അതിൻ്റെ ഗ്രേഡോടുകൂടി എന്ത് ചെയ്തു? പാപം ചെയ്തു. അപ്പം പാപം ചെയ്യാഞ്ഞിട്ടല്ല. പിന്നെ നമ്മളെന്ത് ചെയ്യും? കൊലപാതകം ചെയ്യാഞ്ഞിട്ടാണോ? ശരിയാണോ? കൊലപാതകം ചെയ്യാഞ്ഞിട്ടാണോ? അല്ല, കൊലപാതകം ചെയ്തു. അപ്പം കൊലപാതകം ചെയ്യുന്നത് ഇഷ്ടമാണോ? പാപം ചെയ്യുന്നത് ഇഷ്ടമാണോ? അപ്പം സാധാരണ ഈ മനുഷ്യരിലൊക്കെ ഇങ്ങനെയൊക്കെ ദുഷ്ടൻ അവരെ കൊണ്ട് എന്ത് ചെയ്യും? ചെയ്യിപ്പിക്കും.
അപ്പം നമ്മളത് പ്രാർത്ഥിച്ച് ജയമെടുത്ത് പോകണം. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്ന, രക്തപാതകത്തിൽ നിന്നെ പിടിപ്പിക്കണമേ എന്ന് ഒക്കെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ലക്ഷ്യമത. അപ്പം പിന്നെ എവിടെയാ ജയിച്ചത്? അതാ എനിക്കറിയേണ്ടത്. എവിടെയാണ് ദാവീദ് ജയിച്ചത്? ദാവീദിനോട് ദൈവത്തിന് പ്രസാദം തോന്നിയ വിഷയം എന്താ? ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് വരട്ടെ. പറയേ അനുദമിച്ച് സ്തോത്രം. 2 ശമൂവേൽ പുസ്തകം 7-ാം അധ്യായം 2-ാം വാക്യം പെട്ടെന്ന് വായി. 2 ശമൂവേൽ 7-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം പെട്ടെന്ന് നിർത്തട്ടെ. രാജാവെന്ന് പറയുന്നത് ആരാണിത്? ഈ രാജാവ് ഏത് രാജാവ്? ദാവീദ് ഒരിക്കൽ നാഥാം പ്രവാചകനോട്, അവൻ ജയിക്കാനുള്ള കാര്യമായി പറഞ്ഞു വരുന്നത്, നാഥാം പ്രവാചകനോട് ഇതാ ഞാൻ തെണ്ടിത്തിരിഞ്ഞ് ടാപ്പിങ് ചെയ്ത് ഞാൻ കൂടെ കെട്ടി റബ്ബറിന്റെ ചോട്ടി നടക്കേണ്ടിയ ഞാനിപ്പോൾ അബുദാബി പട്ടണത്തിലാക്കി വെച്ചിരിക്കുന്നു. നാട്ടിൽ ഏതെങ്കിലും വീട്ടിൽ പോയി കരിക്കലം കരി കണ്ട് എന്നെ ഈ പട്ടണത്തിൽ കൊണ്ട് ശ്രേഷ്ഠമായ സ്ഥാനത്ത് ആക്കി വെച്ചിരിക്കുന്നു. ഇതാ ഞാൻ ശ്രേഷ്ഠമായ പദവിയിലിരിക്കുന്നു. ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇത്രത്തോളം ഉയർത്തിയ ദൈവത്തിന്റെ പട്ടണം, ദൈവത്തിന്റെ പെട്ടകമോ തിരശ്ശീലയ്ക്കകത്തിരിക്കുന്നു. അപ്പോ നിന്റെ ഹൃദയത്തിൽ തോന്നുന്ന പോലെ ചെയ്താൽ. അപ്പം ഇവന്റെ ജീവിതത്തിൽ ജഡസംബന്ധമായി മാനുഷികമായ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവന്റെ ഉള്ളിൽ അവനെ ഉയർത്തിയ ദൈവത്തെക്കുറിച്ചും ആ ദൈവത്തെ അതിന് തക്കവണ്ണം എനിക്കൊന്ന് ഉയർത്താൻ കഴിയത്തില്ലല്ലോ എന്നുള്ള ചിന്ത ആരെ പ്രസാദിപ്പിച്ചു? ദൈവത്തെ പ്രസാദിപ്പിച്ചു. അവൻ പോയി കോളേജിൽ പോയി ഡിഗ്രി എടുത്ത കാര്യമല്ല ഈ പറഞ്ഞേ. ഇത് ആർക്കും പറ്റും, എഴുത്തും വായനയില്ലാത്തവനും പറ്റുമെന്ന്. അവന്റെ സ്ഥിതി മാറ്റി. അപ്പനും അമ്മേനെ ഉപേക്ഷിച്ചിരിക്കുന്നു. 27:10 എടുക്കണ്ട സങ്കീർത്തനം. അപ്പനും അമ്മയെ ഉപേക്ഷിച്ചു, സഹോദരന്മാർക്ക് വേണ്ടാതെ കാട്ടിൽ കിടന്ന എന്നെ ഇപ്പോൾ ദേവദാരു കൊണ്ടുള്ള സിംഹാസനത്തിലിരുത്തി ഇസ്രായേലിന്റെ 12 ഗോത്രത്തെ രാജാവാക്കി വെച്ചപ്പോൾ എന്നെ ഇത്രത്തോളം കൊണ്ടുവന്ന ഈ ദൈവത്തിന്റെ പെട്ടകമോ, എന്നെ ഉയർത്തിയ ദൈവത്തെ കുറിച്ചുള്ള ആ ദൈവത്തെ എനിക്ക് വേണ്ടവണ്ണം ഇതുവരെ ഉയർത്താനൊന്നും കഴിഞ്ഞില്ലല്ലോ. ഈ ഒറ്റ കാര്യമോ? ഇങ്ങനെയുള്ള ചിന്തകൾ വല്ലതും ഉണ്ടോ? എന്നാ ജയിക്കും. സ്തോത്രം. ഇത് വേറൊരാൾ സഹായിക്കാൻ പറ്റത്തില്ല. അവരവരുടെ ഹൃദയത്തിൽ തന്നെ വരേണ്ടതാണ്. മറ്റാരുടെയും സ്തോത്രം ഹല്ലേലൂയ ഹൃദയത്തിൽ വരേണ്ടിയ കാര്യമല്ല. സ്തോത്രം. സമയമില്ലാത്തതുകൊണ്ട് നിർത്തട്ടെ. രണ്ടാമതായിട്ട് അതിൻ്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആ ആ വല്ലപ്പോഴുമെങ്കിലും ഞാൻ നിന്നോട് പറഞ്ഞോ, എനിക്ക് ദേവദാരു കൊണ്ട് ഒരു ആലയം പണിഞ്ഞു തരണേ. നമ്മൾ പറഞ്ഞോ? ദൈവം നമ്മളോട് പറഞ്ഞോന്ന്, നിന്നെ കൊണ്ട് അബുദാബി പട്ടണത്തിൽ കൊണ്ടുപോയി ശ്രേഷ്ഠ പദവിയിലാക്കിയിട്ട് നീ മോനെ വല്ലപ്പോഴും എനിക്ക് വല്ലതും തരണേ, എനിക്ക് നീ ദശാംശം ഇടണേ, നീ ഇങ്ങനെ ആകണേ, നിന്നോട് ഞാൻ ഒരിക്കലെങ്കിലും പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷെ നിൻ്റെ ഉള്ളത്തിൽ വന്ന ഒരു ആഗ്രഹം അതെനിക്കിഷ്ടമായി. പക്ഷേ അതിഷ്ടമായി മറ്റാരും ഇപ്പോൾ കിടന്നുറങ്ങുമ്പോഴും, ഇപ്പോൾ മാളിൽ നിൽക്കുമ്പോഴും, ഇപ്പോൾ തോന്നിയ പോലെ നടക്കുമ്പോഴും, നീ ദൈവസന്നിധി വന്നിരിക്കുമ്പോഴും, അടുത്ത വാക്യമാണ്, നിന്നെ ഇപ്പോഴുള്ളതിനേക്കാൾ ഞാൻ അധികം ഉയർത്തുമായിരുന്നു, ഇതുവരെ നിനക്ക് ചെയ്തതിനേക്കാൾ ഇതുകൂടെ ഞാൻ ചെയ്തു തരുമായിരുന്നു. 8-ാമത്തെ വാക്കൂടെ വായരേ. ആ ആ അടുത്ത വാക്യം. സോറി, 12:8 12:8 വായിക്കുന്നത്? ആ 7-ന്റെ 12-7 12-8 വായിക്കണം.
ആ ആ ആ. ഇപ്പൊ ഒന്നാമത്തെ അവനെ ഉയർത്തിയത് ദൈവമാണെന്നുള്ള ബോധവും, രണ്ട്, ആ ദൈവത്തിന് വേണ്ടി ഞാൻ വേണ്ടവണ്ണം അവന് മഹത്വം കൊടുക്കുകയോ അവനെ ഉയർത്തുകയോ എന്ത് ചെയ്തിട്ടില്ല എന്നൊരു ഒരു ചിന്ത. രണ്ടാമതായി അവൻ ഒരു പാപത്തിൽ പോയി വീണു. പാപത്തിൽ വീണപ്പോൾ സ്തോത്രം, അവന്റെ നേരെ നാദാപ്രവാചകൻ പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടേ നമ്മളാണ് എന്തോ ചെയ്തേനെ, എന്തെങ്കിലുമൊക്കെ 10 ന്യായീകരണം പറഞ്ഞേനെ. അതങ്ങനെ അങ്ങ് ആയിപ്പോയി, ഞാൻ മനുഷ്യനല്ലേ എന്നൊക്കെ. പക്ഷെ അവൻ എന്ത് ചെയ്തു? അതാണ് 7-ഉം 8-ഉം വാക്യം. 7-ാമത്തെ വാക്യം വായിച്ച് ഒന്നുകൂടെ. ആ ആ ആ ആ. അപ്പം ഇത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്ത് 51-ാം സങ്കീർത്തനം എഴുതുന്നത്. അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇതിനപ്പുറമായി, അതൂടെ വായി 8-ന്റെ ആ ആ ആ ഇന്നത് കൂടെ ഇതുവരെ നിനക്ക് തരാത്തത് അതൂടെ ഞാൻ നിനക്ക്, നിന്റെ മനസ്സിൽ കൂടെ വരാത്തത് പോലും ഞാൻ നിനക്ക് ചെയ്തു. ആർക്കാ? ദാവീദിനാണോ? ആണോ? ഇതുവരെ ഇവിടുന്ന് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിന് പോയതും, അവിടുന്ന് ഒരു തകരപ്പെട്ടി പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടുന്ന് നല്ല പെട്ടിയും പിടിച്ചുകൊണ്ട് പോയതും എല്ലാം ചെയ്തത് കൂടാതെ ആ ബാക്കി പറയും, ഇന്നതൂടെ ഞാൻ നിനക്ക് ചെയ്യുമായിരുന്നു. അപ്പം മനസ്സിലായോ? പക്ഷെ നീ എന്നോട് അവിശ്വസ്തത കാണിച്ചു. പക്ഷെ അവിശ്വസ്തത കാണിച്ചിട്ടും അവൻ എന്ത് ചെയ്തു? കവണ് വീഴാൻ മനസ്സ് കാണിച്ചു. അത് ബോധ്യപ്പെട്ടപ്പോൾ കവണ് വീണു. പിന്നെ തിരഞ്ഞെടുക്കാനുള്ള കാര്യമായി പറയുന്നത്. മറ്റ് പലരും പറഞ്ഞ പ്രത്യേകത ഉണ്ടെങ്കിലും ഇവനിൽ കണ്ട ഒരു പ്രത്യേകതയാണ്. സ്തോത്രം. ഞാൻ ഇവിടെ നിർത്തുകയാണ്. പൗലോസ് പറഞ്ഞത് എന്താ? ഞാൻ അപ്പോസ്തലൻ എന്നുള്ള പേരിനെ യോഗ്യനല്ല, എങ്കിലും എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ കണ്ടവൻ എന്നെ തിരഞ്ഞെടുത്തു. സ്തോത്രം. ഒന്ന് ചിന്തിച്ചു നോക്കി. ഞാൻ പറഞ്ഞത് നമ്മളെ തിരഞ്ഞെടുത്തു എന്നല്ല, ഒരു മണ്ണോട് മണ്ണായി കിടക്കുന്നതിനെ പല പ്രോസസ്സിങ്ങിൽ കൂടെ അതിനെ ഒരു ഫൈൻ ഗോൾഡായിട്ട് പുറത്തു വരുന്നത് പോലെ നിങ്ങളുടെ പരിശോധന തീയിൽ ശോധന ചെയ്യുന്ന പൊന്നിനേക്കാൾ വിലയേറിയത്. അതുപോലെയാണ് നിങ്ങളെ എന്ത് ചെയ്യുന്നേ? ശോധന ചെയ്ത് ഞാൻ എവിടേക്ക് ഒരുക്കിക്കൊണ്ടിരിക്കുക? ഒരു ഫൈൻ ഗോൾഡായിട്ട് നിന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുക. ഒരു ഫൈൻ ഗോൾഡായിട്ട് വാട്ടൻ ചുളുക്ക മാലിന്യമില്ലാത്ത ഒരു വ്യക്തിയായി നിന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുക. തിരഞ്ഞെടുത്തിട്ട് എൻ്റെ ലക്ഷ്യം, ഞാനിരിക്കുന്നിടത്ത് നിന്നെ ഇരുത്തും, എന്നോട് നീ സദൃശനാകും. ഇനി നിൻ്റെ കണ്ണുനീർ ഇനി ഒരിക്കലും കണ്ണുനീരുണ്ടാകത്തില്ല. സ്തോത്രം. യുഗായുഗം നീ എൻ്റെ കൂടെ വസിക്കും. ഇതിനാണ് ഈ ബലഹീനരായ നമ്മെ തിരഞ്ഞെടുത്തത്. അതിനാണ് ദൈവം മനുഷ്യനായത്. അതിനാണ് യഹോവ യേശുവായത്. അതിനാണ് ആത്മാവായവൻ ജഡം ധരിച്ചത്. അതിനാണ് സൃഷ്ടിച്ച മനുഷ്യൻ തുപ്പലേറ്റത്. മനുഷ്യനാൽ തുപ്പലേറ്റു, അടിയേറ്റു. എന്താ ലക്ഷ്യം? നമ്മളെ അവൻ്റെ സന്നിധിയിൽ ഇരുത്തണം. ആ പ്രോസസ്സെങ്കിൽ നമ്മളെ വിടുകയാണ്. അപ്പോൾ തന്നെ ഒത്തിരി ജയിച്ചവരെ നമ്മുടെ മുമ്പിൽ നിർത്തി, തോറ്റവരെ നിർത്തി. ഓടി അവസാന നിമിഷത്തിൽ പരാജയപ്പെട്ടു പോയവർ, നീന്തി ചോദിക്കുക, അവസാന നിമിഷത്തിൽ പരാജയപ്പെട്ടു പോയവർ. ഇതൊന്നും നമുക്കെന്ത് ചെയ്യരുത്? വന്ന് ഭവിക്കരുത്. നമുക്ക് വന്ന് ഭവിക്കരുത്. ഒരു ദുരുപദേശവും നമ്മുടെ ഇടയിലേക്ക് അതും ഇത് കാണിച്ച് ഇനി പിശാച് നമ്മളെ വശീകരിക്കരുത്.
സ്തോത്രം. നാം ചതിക്കും. ഈ ലോകത്തിലെ ഒന്നിനു വേണ്ടിയല്ല നീ പോകുന്ന. നീ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നീ ഇതെല്ലാം കണ്ട് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിക്കട്ടെ, എന്തെല്ലാം കാര്യങ്ങളുണ്ട്? ഏകദേശം 1 വർഷമായി നമ്മൾ ബെഥാസ്ദയിൽ പ്രവർത്തനം തുടങ്ങിയിട്ട് ആത്മാർത്ഥമായി ഈ 1 വർഷത്തിനിടയിൽ ആ പ്രവർത്തനത്തെ ഓർത്ത് കണ്ണു നിറഞ്ഞവർ ഇതിനകത്ത് എത്ര പേരുണ്ട്? ചുരുങ്ങിയ പേരല്ലേ ഇരിക്കുന്നുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, കർത്താവേ, നിന്നോടുള്ള സ്നേഹത്തിൽ ഞങ്ങൾ ആരംഭിച്ച ഒരു പ്രവൃത്തിയാണല്ലോ. അവിടെ ചില ജീവിതങ്ങൾ രക്ഷിക്കപ്പെടാൻ, ആ ദേശത്തെ ദൈവമേ ഒന്ന് സന്ദർശിക്കുവാൻ, കർത്താവേ, എത്ര പേര്, എങ്ങനെ ദൈവം നമ്മളിൽ പ്രസാദിക്കും? പറയ്. നമ്മളിടുന്ന ദശാംശത്തിൻ്റെ വലിപ്പമോ, നമ്മൾ കൊടുക്കുന്ന കാശിൻ്റെ വലിപ്പമോ ഇതനുസരിച്ചാണോ? ഒരുവൻ പറയുന്നു, ഞാൻ ദേവദാരു കൊണ്ടുള്ള സിംഹാസനത്തിലിരിക്കുന്നു, എന്റെ ദൈവത്തിന്റെ പെട്ടകമോ തിരശ്ശീലക്കകത്തിരിക്കുന്നു. ആ ചിന്ത എന്തോ ചിന്തയാണ്. എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ ഇത്രയും വയസ്സ് വരെ, 50 വയസ്സായി, 45 വയസ്സായി, സ്തോത്രം, ഇത്രയും വയസ്സുവരെ ദൈവം എന്നെ നടത്തി. എൻ്റെ കണ്ണിന് മുമ്പിൽ എന്നേക്കാ പ്രായം കുറഞ്ഞവർ ഇന്നലെ കണ്ടില്ലയോ? ഹല്ലേലൂയ. എയർപോർട്ടിൽ കൊണ്ട് പ്രിയപ്പെട്ടവരെ വിട്ട് മടങ്ങി വരുമ്പോൾ സ്തോത്രം, നടു റോഡിൽ വെച്ചിട്ട് ഒന്നിച്ച് തീർന്നു പോയില്ലേ? നമ്മൾ എയർപോർട്ടിൽ പോകാഞ്ഞിട്ടാണോ? നമ്മളെ കളക്ട് ചെയ്യാൻ വരാഞ്ഞിട്ടാണോ? ദൈവം നമ്മളെ സൂക്ഷിച്ച് അവൻ്റെ ഉള്ളങ്കരത്തിൽ നടത്തിയിട്ട് നാം ഏതു വിധത്തിൽ ദൈവത്തിന് പ്രയോജനമായി തീരുന്നു. നമ്മളിൽ കുറവ് വരുമ്പോൾ നാം ന്യായീകരിക്കുന്നവരാണോ? വാവിട്ട് നിലവിളിക്കുന്നവരാണോ? നീ എന്നോട് ക്ഷമിക്കണേ, ഞാൻ ജഡത്തിൽ വസിക്കുന്ന മനുഷ്യനല്ലേ, ഇനിയും എൻ്റെ ജീവിതത്തിൽ അത് വരരുതേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരാണോ? അതെൻ്റെ ജീവിതത്തിൽ വന്നുപോയി കർത്താവേ. ഇറങ്ങി തിരിച്ചിട്ട് നമ്മളെക്കാൾ സ്തോത്രഹല്ലേലൂയ നമ്മൾ മിടുക്കരാണെന്ന് വിചാരിക്കരുത്. ശലോമോനേക്കാൾ നമ്മൾ മിടുക്കരല്ല, ശൗലിനേക്കാൾ നാം മിടുക്കരല്ല, യൂദയേക്കാൾ നാം മിടുക്കരല്ല. അവൻ്റെ കൃപയില്ലാതെ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തില്ല. അവൻ നമ്മളോട് കരുണ കാണിക്കുന്നില്ലെങ്കിൽ, അവൻ നമ്മെ സഹായിക്കുന്നില്ലെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തില്ല. സ്തോത്രം. നാം ഒറ്റയ്ക്ക് ഇരുന്ന് ഉടഞ്ഞ് കരയുമോ? എന്റെ ആയുസിന്റെ അവസാനം വരെ നിന്റെ കരങ്ങളിൽ തരുന്നു. എന്റെ ചിന്ത കൊണ്ടോ, സംസാരം കൊണ്ടോ, ഇടപാട് കൊണ്ടോ അങ്ങേക്ക് നീരസം തോന്നുന്നതൊന്നും എന്നിൽ കാണരുത്, ആരും കേൾക്കണ്ട. ഒറ്റയ്ക്കിരുന്ന് നീ അതിനു വേണ്ടി പ്രാർത്ഥിക്കാതെ തുനിയുന്നുണ്ടോ? ദൈവത്തിന് ഭൂമി വിലയുള്ളൂ, ദൈവത്തിന്റെ സഭയ. ആ സഭയെ കുറിച്ച് നിനക്ക് കരുതലുണ്ടോ? ഇന്ന് രാത്രിയിൽ ഇത് കേട്ടിട്ട് വെറുതെ എണ്ണിച്ച് പോകരുത്. സ്വത്രം. നമ്മൾ വിചാരിക്കരുത് സ്തോത്രം, നമ്മളെ എല്ലാവരെയും കൂടെ ഇന്നുള്ള പെന്തക്കോസുകാരെ എല്ലാം കൂടെ തൂത്തുവാരി കൊണ്ടുപോയാൽ അവരെ ഒരു ഭാഗത്ത് നിർത്തിയിട്ട് ഇസ്രായേൽ മക്കളെ വിളിച്ച് ദൈവം ക്ഷമ പറയണ്ടേ? ഞാൻ നിങ്ങളെ വിളിച്ചിറക്കി, നിങ്ങൾ 2 പേരെ ഞാൻ അക്കരെ കടത്തിയുള്ളൂ, മറ്റതെല്ലാം ഇവിടെ ചത്തു, എന്നോട് ക്ഷമിക്ക്, എനിക്ക് അന്നേരം അബദ്ധം പറ്റിപ്പോയതെന്ന് പറയണ്ടേ? നമ്മൾ ചിന്തിച്ചു നോക്കിയേ. ബില്ലിഗ്രാം വിളിച്ചു പറഞ്ഞു, ഈ അമേരിക്കയെ ദൈവം ന്യായം വിധിച്ചില്ലെങ്കിൽ സോദോമിനെയും ഗോമോറോയോടും ദൈവം ക്ഷമ പറയേണ്ടി വരുമെന്ന്. സ്വത്രം. ഇന്ന് രാത്രിയിൽ നാം പരിശോധിക്കണം. നമ്മൾ ഒരുമാതിരി വെള്ളത്തിലെ ആമ്പല് പോലെ കുടിച്ച് താണും പൊങ്ങിയും ഒക്കെ പോകുന്നത് കൊണ്ട് രക്ഷപ്പെട്ടു. ഇപ്പോൾ കാഹളം കേട്ടാറിനെ കൊള്ളാമായിരുന്നു, ഞാൻ പോകാമായിരുന്നെന്ന് പറഞ്ഞ് നമ്മൾ ചതിക്കപ്പെടരുത്. നമ്മളൊന്നുമായിട്ടില്ലെന്ന് ഓർക്കുക. ഇന്ന് രാത്രിയിൽ സ്തോത്രം ഹല്ലേലൂയ, ഒരു മണ്ണിനടിയിൽ കിടക്കുന്ന, കഴിഞ്ഞിടയിൽ നിങ്ങൾക്കറിയാം സ്തോത്രം, ഈ മൈന് വേണ്ടി തുരന്ന് ചെന്ന 25 പേർ ഇടിഞ്ഞ് മണ്ണിനടിയിൽ പോയി. ഇതിനു വേണ്ടി ചെന്നതാ. ഇങ്ങനെയൊക്കെയാണ് ഈ സ്വർണമൊക്കെ പുറത്തു കൊണ്ടുവരുവാൻ സ്തോത്രം ആണെങ്കിൽ നമ്മളെ ദൈവം ശുദ്ധീകരിച്ചെടുക്കുവാൻ ദൈവം എന്തെല്ലാം ചെയ്യുന്നു. നിന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല, നിന്നെ ചില വിഷയത്തിൽ കൂടെ കടത്തിവിടുന്നത് നിന്നെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. അവൻ്റെ വിശുദ്ധിയിലേക്ക് നമ്മൾ കടന്നു വരണം. അതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. നാം കൈവിടപ്പെട്ട് പോകരുത്. മറ്റാർക്കും ഇല്ലാത്ത ചില കഷ്ടതകൾ, ചില വിഷയങ്ങളിൽക്കൂടെ നീ കടന്നു പോകുന്നുണ്ടെങ്കിൽ ദൈവം നിന്നെ കൈവിട്ടിട്ടല്ല, ദൈവം നിന്നെ ശുദ്ധീകരിച്ച് അവൻ്റെ പ്രിയ മക്കളാക്കുകയാണ്. ഇന്ന് പകൽക്കാലം രാത്രികാലം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം.